MSF സംസ്ഥാന പ്രസിഡന്റ് വർഗീയവാദിയാണെന്ന് ആവർത്തിച്ച് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. കേരളത്തിന്റെ ക്യാമ്പസുകളിലെ 1-ാം നമ്പർ വർഗീയവാദി MSF ആണ്. ഉത്തരവാദിത്തത്തോടെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. MSFനെ വിമർശിച്ചാൽ മതവിമർശനമാക്കി മാറ്റുകയാണെന്നും വിമർശനങ്ങളെ നേരിടാൻ MSFന് സാധിക്കുന്നില്ല എന്നുമാണ് സഞ്ജീവിന്റെ വാദം. ഞങ്ങൾ മുന്നോട്ട് വെച്ച വിമർശനം എന്താണ്? MSF ഇന്ന് വർഗീയ നിലപാട് ഉയർത്തുന്നു, വർഗീയവാദ സംഘടനയായി മാറിയിരിക്കുന്നു. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു വർഗീയവാദിയായി ഇന്ന് പ്രവർത്തിക്കുന്നു. അത് സാധൂകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ വിമർശനത്തെ നേരാൻ വണ്ണമൊന്ന് തൊടാൻ ഞങ്ങൾ അങ്ങനെ നിലപാടെടുത്തിട്ടില്ല. ഞങ്ങൾ കേരളത്തിലെ ഒരു ക്യാമ്പസിലും മതവർഗീയവാദ നിലപാടിനോടൊപ്പം നിന്നിട്ടില്ല. ഞങ്ങൾക്ക് മതവർഗീയവാദ നിലപാടില്ല എന്ന് ശക്തമായി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, MSF ഇതിൽ പ്രതികരിക്കുന്നുണ്ട്. ഇതിപ്പോൾ RSSന്റെയും BJPയുടെയും അതേ ലൈനിൽ ഇപ്പോൾ SFI പ്രതികരണം എന്നതാണ് തിരിച്ചുള്ള ആരോപണം. അതിനുള്ള മറുപടി നൽകുന്നുണ്ടോ SFI? സ്മൃതി, തീർച്ചയായിട്ടും MSF SFI പോര് അല്ലെങ്കിൽ വാക്പോര് അത് തുടരുക തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ വർഗീയവാദി എന്ന് വിളിക്കുകയും MSF വർഗീയവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്യാമ്പസുകളെ വർഗീയ വിഷലിപ്തമാക്കുകയാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ PK നവാസ് അതിന് മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ ആ ഘട്ടത്തിൽ ശശികല, ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള ശശികല ഇതിനകത്ത് സഞ്ജീവെ നമ്മൾ രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യമല്ലേ എന്നുള്ള ഒരു പ്രതികരണവുമായി എത്തി. എന്നാൽ SFI ഇന്ന് അതിനും മറുപടി നൽകുന്നുണ്ട്. ക്യാമ്പസിനെ കൂടുതൽ, അതായത് MSF കൂടുതൽ വർഗീയമായി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് ആത്യന്തികമായി ഗുണം ചെയ്യുന്നത് ഹിന്ദുത്വ വർഗീയവാദികൾക്കാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു നീക്കത്തിന് ശക്തി പകരാൻ വേണ്ടിയാണ് SFIയെ പിന്തുണച്ചുകൊണ്ട് ശശികല ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ വർഗീയവാദികൾ രംഗത്തെത്തുന്നതിന് കാരണം. എന്തായാലും എല്ലാ വർഗീയതയ്ക്കും SFI എതിരാണ്. അതിൽ MSF പോലുള്ള ഒരു സംഘടന പെട്ടുപോകാൻ വേണ്ടി പാടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെയും നിരോധിക്കപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും ഒക്കെ ആ സംഘടനകളൊക്കെ വിഴുങ്ങിക്കഴിഞ്ഞു ഇതിനകം തന്നെ MSFനെ എന്നുള്ള ആരോപണം കൂടി SFI ഉയർത്തുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം മുസ്ലിം ലീഗിനെതിരെ CPM കൊടുത്തിട്ടുള്ള ഒരു ആരോപണങ്ങളുടെ തുടർച്ച എന്ന് വേണം SFIയുടെ വിവരങ്ങൾ നൽകിയത്.